പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താവുള്ള എളുപ്പ പണിയെന്തോ അല്ല, പണ്ഡിറ്റിന്റെ കണ്ണിന് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്, വേറെ അത് റീപോസ്റ്റ് ചെയ്യുന്നില്ല. പണ്ഡിറ്റിന്റെ ഒരു ഓഡിയൻസ് എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. അത് ഞാൻ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ ഔദാര്യ സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ. ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ, 10 ലക്ഷത്തിൽ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സ്വന്തമായി കോമാളിത്തരം കാണിച്ച് മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഈ വ്യക്തി എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്റെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാണ്. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സോർ വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ഇങ്ങേര് വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ അളക്കില്ല. രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ നല്ല ഇടിക്കും. സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. അല്ല, അങ്ങനെ ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്താ കൊല്ലത്ത് ന്യായമാണോ? ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.